ഹായ്, രാത്രിമഴ, റെയിൻ അറ്റ് നൈറ്റ്. നമ്മുടെ മലയാളത്തിന്റെ പ്രിയ കവയിത്രി സുഗതകുമാരിയുടെ വളരെ പ്രസിദ്ധമായ രാത്രിമഴ എന്ന മനോഹരമായ കവിത. ഫ്രണ്ട്സ്, this is from A04 Readings on Kerala. Now take a look at a brief intro. Sugathakumari is an acclaimed poet and environmental activist. വളരെ പ്രസിദ്ധയായ ഒരു കവിയും പരിസ്ഥിതി പ്രവർത്തകയും ആയിരുന്നു നമ്മുടെ മലയാളത്തിന്റെ പ്രിയ കവയിത്രി സുഗതകുമാരി. റെയിൻ അറ്റ് നൈറ്റ് ഈസ് എ ലിറിക് പോയം ഇൻ എലിജിയാക് ടോൺ. ശോകഭാവം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഭാവഗീതമാണ് രാത്രിമഴ. ദാറ്റ് ഈസ് റെയിൻ അറ്റ് നൈറ്റ്. ദ പോയറ്റ് ഈസ് ഇൻ എ ഹോസ്പിറ്റൽ ബെഡ് നിയർ എ വിൻഡോ. കവി ഒരു കിളിവാതിൽ, അതായത് ജനാലക്കരികിലുള്ള ഒരു ആശുപത്രി കിടക്കയിലാണ്. The rain at night comes like a young mad woman who is for nothing, weeping, laughing, whimpering and sitting huddled up, tossing her long hair. ആ സമയത്ത് രാത്രിമഴ വരുന്നു. ഏതുപോലെ? ചുമ്മാതെ കരഞ്ഞും ചിരിച്ചും പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെ പോലെ. ദാ കവിത തുടങ്ങുന്നു. രാത്രിമഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പെറുപെറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെപ്പോലെ. രാത്രിമഴ മന്ദമീ ആശുപത്രിക്കുള്ളിൽ ഒരു നീണ്ട തേങ്ങലായി ഒഴുകി വന്നെത്തി ഇക്കിളിവാതിലിനിടയിലൂടെ ഏറെ തണുത്ത കൈവിരൽ നീട്ടി എന്നെ തൊടുന്നൊരീ ശ്യാമയാമിരവിന്റെ ഖിന്നയാം പുത്രി. ദാ ഇങ്ങനെയാണ് നമ്മുടെ ഈ മനോഹരമായ കവിത തുടങ്ങുന്നത്. ഈ കവിതയുടെ ബാക്കി ഭാഗത്തിന്റെ വിശദാംശങ്ങൾ നമ്മുടെ എസ്സയിൽ നിന്ന് കിട്ടും. വെൽ, ദിസ് ഈസ് എ ബ്രീഫ് ഇൻട്രോ. നൗ ഹിയർ ഈസ് ദി എസ്സേ. ടേക്ക് എ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. ദ മ്യൂസിക് ഓഫ് ദ റെയിൻ അറ്റ് നൈറ്റ് ഈസ് ദ ടോൺ ഓഫ് ദ നാരേറ്റേഴ്സ് ഗ്രീഫ്. എക്സ്പ്ലെയിൻ. ഈ രാത്രിമഴയുടെ സംഗീതം കവിയുടെ ദുഃഖത്തിന്റെ ഭാവമാണ്. ഇതൊന്ന് വിശദമാക്കുക. ഇതാണ് ചോദ്യം. വെൽ, ടേക്ക് എ ലുക്ക് അറ്റ് ദി ആൻസർ. ഹിയർ ഈസ് പാരഗ്രാഫ് നമ്പർ 1. Sugathakumari's Rain at Night is a poem about loneliness and lament. സുഗതകുമാരിയുടെ രാത്രിമഴ ദുഃഖവും ഏകാന്തതയും നിറഞ്ഞു നിൽക്കുന്ന ഒരു കവിതയാണ്. It is filled with unhappiness and hopelessness. ഈ കവിതയിൽ ഉടനീളം അസന്തുഷ്ടിയും നിരാശയുമാണ്. The music of the rain at night is the tone of the narrator's grief. അതെ, ഈ രാത്രിമഴയുടെ സംഗീതം നമ്മുടെ കവിയുടെ ദുഃഖത്തിന്റെ ഭാവമാണ്. Friends, this is paragraph number 1. Now take a look at paragraph number 2. The poet is in a hospital bed near a window. നമ്മുടെ കവി ഒരു ജനാലക്കരികിലുള്ള ആശുപത്രി കിടക്കയിലാണ്. The rain at night comes like a young mad woman who is for nothing, weeping, laughing, whimpering and sitting huddled up, tossing her long hair. ആ സമയത്ത് രാത്രിമഴ വരുന്നു. ഏതുപോലെ? ചുമ്മാതെ കരഞ്ഞും ചിരിച്ചും പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെ പോലെ. The rain is the pensive daughter of the dusky night. ഇരുണ്ട രാത്രിയുടെ ദുഃഖപുത്രിയാണ് ആ മഴ. She glides slowly like a long veil into this hospital. ഈ ആശുപത്രിക്കുള്ളിലേക്ക് മന്ദമന്ദം ഒരു നീണ്ട തേങ്ങലായി ഒഴുകിയെത്തുന്നു ആ രാത്രിമഴ. She also extends her cold fingers through the window and touches the poet. ആ കിളിവാതിലിലൂടെ തന്റെ തണുത്ത വിരലുകൾ നീട്ടി കവിയെ തൊടുന്നു രാത്രിമഴ. Well, this is paragraph number 2. Now here is paragraph number 3. When the narrator is tossing on her sick bed, the rain at night, like a dear one, comes through the gloom with the comforting words. രോഗശയ്യയിൽ കവി ഉരുണ്ട് തേങ്ങുമ്പോൾ ആശ്വാസവചനങ്ങളുമായി വരുന്ന പ്രിയപ്പെട്ടവരെ പോലെ ഇരുട്ടിനിടയിലൂടെ രാത്രിമഴ എത്തുന്നു. It is a witness to her love, giving her joy more than the moonlight did. പണ്ട് സൗഭാഗ്യ രാത്രികളിൽ തന്നെ കുളിർകോരി അണിയിച്ച വെണ്ണിലാവിനേക്കാൾ 10 മടങ്ങ് സന്തോഷം തന്ന പ്രേമസാക്ഷിയാണ് ഈ രാത്രിമഴ. It is also a witness to her grief when she tosses in the sleepless hours of the night, slowly freezing into a stone. ഇന്നിപ്പോൾ എന്റെ ദുഃഖ സാക്ഷിയുമാണ് ആ മഴ.
എന്തിന്റെ? തന്റെ രോഗശയ്യയിൽ ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും ഒരു ശില പോലെ തണുത്തുറഞ്ഞ് വിറച്ച് കിടക്കുമ്പോൾ ആ രാത്രി മഴ ദുഃഖസാക്ഷിയായി മാറുന്നു. This is paragraph number 3. Now, paragraph number 4. The poet is familiar with the rain at night in all its varied moods. രാത്രി മഴയുടെ എല്ലാ വ്യത്യസ്ത ഭാവങ്ങളും കവിക്ക് നന്നായി അറിയാം. She knows its music, which is kind and sad, and its varied emotions, and also that it wipes its face and forces a smile in a hurry and puts on an act. ശോകമൂകമായ അതിന്റെ സംഗീതം അറിയാം, വിവിധ വികാരങ്ങൾ അറിയാം. ദുഃഖഭാവം മാറ്റാൻ വേണ്ടി പെട്ടെന്ന് മുഖം തുറച്ച് ഒരു ചിരി വരുത്തിയതായി അഭിനയിക്കുന്നത്, ഇങ്ങനെ കവിക്ക് എല്ലാം അറിയാം. The poet asks, how do I know all this? Then the poet gives the answer too. My friend, I am like you, rain at night. കവി ചോദിക്കുന്നു, തനിക്കിതൊക്കെ എങ്ങനെ അറിയാമെന്ന്. അവർ തന്നെ അതിന് മറുപടിയും കൊടുക്കുന്നു. എന്താ മറുപടി? സഖി, ഞാനും നിന്നെ പോലെയാണ്, രാത്രി മഴ പോലെ. Friends, this is paragraph number 4. Now, here is the concluding paragraph. The poem is melancholic, that is sad, in tone with the loneliness and the sickness that affect her on the hospital bed. ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത് ശോകഭാവമാണ്. ആശുപത്രി കിടക്കയിൽ കവി അനുഭവിക്കുന്ന ഏകാന്തതയും അസുഖവും. The music of the rain at night is the tone of the narrator's grief. ഈ രാത്രി മഴയുടെ സംഗീതം നമ്മുടെ കവിയുടെ ദുഃഖത്തിന്റെ ഭാവമാണ്. Well, friends, this is the end of the essay. ഇനി മറ്റൊരു എസ്സേ കൂടി നമ്മുടെ PDF-ലുണ്ട്. ഇപ്പോ നമ്മൾ ഈ പഠിച്ച എസ്സേ നന്നായി കേട്ട് കഴിയുമ്പോൾ ആ എസ്സേ താനെ മനസ്സിലായിക്കൊള്ളും. ഒന്ന് വായിച്ചു നോക്കൂ. Well, friends, now take a look at the paragraph questions. Here is paragraph question number 1. What does the narrator say to the rain at night? രാത്രി മഴയോട് കവി പറയുന്നത് എന്താണ്? ഇതാണ് ചോദ്യം. Now, here is the answer. The rain at night comes like a young mad woman who, for nothing, weeps, laughs and whimpers, sitting huddled up, tossing her long hair. രാത്രി മഴ വരുന്നു എങ്ങനെ? ചുമ്മാതെ കരഞ്ഞും ചിരിച്ചും പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്ന ഒരു യുവതിയാം ഭ്രാന്തിയെ പോലെ. She is the pensive daughter of the dusky night. ഇരുണ്ട രാത്രിയുടെ ദുഃഖപുത്രിയാണ് ആ മഴ. She slowly glides into the hospital and extends her cold fingers through the window and touches the point. ആശുപത്രിക്കുള്ളിലേക്ക് രാത്രി മഴ ഒഴുകിയെത്തുന്നു. എന്നിട്ട് തന്റെ തണുത്ത കൈവിരലുകൾ നീട്ടി കവിയെ തൊടുന്നു. When the poet sobs and tosses on her sick bed, the rain at night, like a dear one, comes through the gloom with the comforting words. കവി തന്റെ രോഗശയ്യയിൽ ഉരുണ്ട് തേങ്ങുമ്പോൾ ആശ്വാസ വചനങ്ങളുമായി വരുന്ന പ്രിയപ്പെട്ടവരെ പോലെ ഇരുട്ടിനിടയിലൂടെ രാത്രി മഴ എത്തുന്നു. Rain at night is a witness to her love as well as her grief. രാത്രി മഴ കവിയുടെ പ്രേമസാക്ഷിയും ദുഃഖസാക്ഷിയുമാണ്. The poet knows its varied emotions because she is also like the rain at night. രാത്രി മഴയുടെ എല്ലാ വ്യത്യസ്ത ഭാവങ്ങളും കവിക്കറിയാം, കാരണം അവരും രാത്രി മഴയെ പോലെയാണ്. Friends, this is answer to paragraph question number 1. Now, here is paragraph question number 2. What are the symbolic elements in the rain at night? ഈ കവിതയിൽ കവി ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ചോദ്യം. സുഗതകുമാരി uses several symbols in the poem Rain at Night. ഈ കവിതയിൽ നമ്മുടെ കവയിത്രി ധാരാളം പ്രതീകങ്ങൾ, symbols ഉപയോഗിച്ചിട്ടുണ്ട്. The picture of a young mad woman sitting huddled up, tossing her long hair is a symbol of the condition of the poet on the hospital bed. ചുമ്മാ പിറുപിറുത്തുകൊണ്ട് നീണ്ട മുടിയിട്ടുലച്ച് കുനിഞ്ഞിരിക്കുന്ന യുവതിയാം ഭ്രാന്തി കവിയുടെ അവസ്ഥയെ കാണിക്കുന്ന നല്ല ശക്തമായ ഒരു സിംബലാണ്. The rain is the pensive daughter of the dusky night that glides like a long veil into the hospital. ഇരുണ്ട രാത്രിയുടെ ദുഃഖപുത്രിയാണ് രാത്രി മഴ. അത് ആശുപത്രിക്കുള്ളിലേക്ക് ഒരു തേങ്ങലായി ഒഴുകിയെത്തുന്നു. In the sweltering bed of hospital, the rain at night touches the poet with its cold fingers, which is symbolic of comfort.
ആശുപത്രിയിലെ രോഗോഷ്ണ ശയ്യയിൽ രാത്രി മഴ തന്റെ തണുത്ത വിരലുകൾ നീട്ടി കവിയെ തൊടുന്നു. പറഞ്ഞറിയിക്കാനാവാത്ത ആശ്വാസത്തെ സൂചിപ്പിക്കുന്ന ഒരു സിംബലാണത്. റെയിൻ അറ്റ് നൈറ്റ് ഈസ് എ വിറ്റ്നസ് ടു ദ പോയറ്റ്സ് ലവ് ആസ് വെൽ ആസ് ഗ്രീഫ്. കവിയുടെ പ്രേമസാക്ഷിയും ദുഃഖസാക്ഷിയുമാണ് മഴ. മൂൺലൈറ്റ് സിംബലൈസസ് ലവ് ആൻഡ് റൊമാൻസ്. വെണ്ണിലാവ് പ്രണയത്തിന്റെ പ്രതീകമാണ്. ഇൻ ഹോസ്പിറ്റൽ ഷീ ഈസ് ഫ്രോസൺ ലൈക്ക് എ സ്റ്റോൺ. ആശുപത്രി കിടക്കയിൽ തണുത്തുറഞ്ഞ ഒരു ശില പോലെ കിടക്കുന്നു നമ്മുടെ പ്രിയ കവി. ഫ്രണ്ട്സ്, ദിസ് ഈസ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമ്പർ 2. Now take a look at the last paragraph question. Here is a quote from the poem. My friend, I too am like you, elucidate. സഖി, ഞാനും നിന്നെ പോലെ. ഇതൊന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദ്യം. The narrator says that the rain at night comes like a young mad woman sitting huddled up, tossing her long hair. കവി പറയുന്നു, ചുമ്മാ പിറുപിറുത്തുകൊണ്ട് നീണ്ട മുടിയിട്ടുലച്ച് കുനിഞ്ഞിരിക്കുന്ന ഒരു യുവതിയാം ഭ്രാന്തിയെ പോലെ വരുന്നു രാത്രി മഴ. The rain comes, extends her cold fingers, touches the poet and says comforting words. അത് തന്റെ ഏറെ തണുത്ത കൈവിരൽ നീട്ടി കവിയെ തൊടുന്നു, എന്നിട്ട് ആശ്വാസ വചനങ്ങളും പറയുന്നു. Rain at night is a witness to her love as well as grief. കവിയുടെ പ്രേമസാക്ഷിയും ദുഃഖസാക്ഷിയുമാണ് രാത്രി മഴ. The poet knows its music, which is kind and sad, and also its varied emotions, and also that it wipes its face and forces a smile in a hurry and puts on an act. ശോകമൂകമായ അതിന്റെ സംഗീതം അറിയാം, വിവിധ വികാരങ്ങൾ അറിയാം. ദുഃഖഭാവം മാറ്റാൻ വേണ്ടി പെട്ടെന്ന് മുഖം തുറച്ച് ഒരു ചിരി വരുത്തിയതായി അഭിനയിക്കുന്നത്, ഇങ്ങനെ കവിക്ക് എല്ലാം അറിയാം. The poet asks, how do I know all this? Then the poet gives the answer too. My friend, I am like you, rain at night. കവി ചോദിക്കുന്നു, തനിക്കിതൊക്കെ എങ്ങനെ അറിയാമെന്ന്. അവർ തന്നെ അതിന് മറുപടിയും കൊടുക്കുന്നു. എന്താ മറുപടി? സഖി, ഞാനും നിന്നെ പോലെയാണ്, രാത്രി മഴ പോലെ. Well, friends, this is the end of answer to paragraph question number 3. രാത്രി മഴ എന്ന കവിത അവസാനിക്കുന്നതും ഇങ്ങനെ തന്നെ. Now, take a look at the short answer questions. Here is question number 1. How does the rain at night behave as a young mad woman? യുവതിയാം ഭ്രാന്തിയെ പോലെയുള്ള രാത്രി മഴയുടെ പെരുമാറ്റം എങ്ങനെയാണ്? ഇതാണ് ചോദ്യം. The rain at night behaves like a young mad woman who, for nothing, weeps, laughs, whimpers and mutters without a stop. She also sits huddled up, tossing her long hair. ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെ പോലെയാണ് രാത്രി മഴ. Now, short answer question number 2. Who sits huddled up, tossing the hair? നീണ്ട മുടിയിട്ടുലച്ച് കുനിഞ്ഞിരിക്കുന്നത് ആരാണ്? ഇതാണ് ചോദ്യം. The rain at night sits huddled up, tossing the hair like a young mad woman. രാത്രി മഴയാണ് നീണ്ട മുടിയിട്ടുലച്ച് കുനിഞ്ഞിരിക്കുന്ന യുവതിയാം ഭ്രാന്തിയെ പോലെയുള്ളത്. Now, short answer question number 3. Rain at night is the pensive daughter of രാത്രി മഴ ആരുടെ ഖിന്നയാം പുത്രിയാണ്? ഇതാണ് ചോദ്യം. Rain at night is the pensive daughter of the dusky night. ശ്യാമയാം ഇരവിന്റെ ഖിന്നയാം പുത്രി, അതായത് കറുത്ത രാത്രിയുടെ ദുഃഖപുത്രി. ഇതാണ് ഉത്തരം. Now, short answer question number 4. When does the rain at night shake the narrator? കവി നടുങ്ങുന്നത് എപ്പോൾ? ഇതാണ് ചോദ്യം. The narrator shakes when she hears the groans, shudders, sharp voices and the sudden anguished cry of a mother. ആ നടുക്കത്തെ പറ്റി നമ്മുടെ കവയിത്രി സുഗതകുമാരി പറയുന്നത് ഇതാണ്. നോവിൻ ഞരക്കങ്ങൾ, ഞെട്ടലുകൾ, തീക്ഷ്ണ സ്വരങ്ങൾ, പൊടുന്നനെ ഒരു അമ്മതൻ ആർത്തനാദം, ഞാൻ നടുങ്ങി. Now friends, take a look at the last short answer question. Question number 5. What can be done to the poor heart that is deeply diseased? അതായത് കൊടും കേടു ബാധിച്ച മനസ്സിനെ എന്തു ചെയ്യാൻ പറ്റും? ഇതാണ് ചോദ്യം. Now, here is the answer. Somebody said
that a diseased organ, a diseased part can be cut and removed. But what can be done to the poor heart that is deeply diseased? Comforting words can provide relief to such a heart. ഇതാണ് കവി പറയുന്നത്. ഒന്ന് കേട്ടു നോക്കൂ. ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചോരവയവം, പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സോ, അങ്ങനെയുള്ള മനസ്സിന് ആശ്വാസ വചനങ്ങൾ സുഖം പകരും. Well friends, these are the short answer questions. ഇതാണ് നമ്മുടെ പ്രിയ കവയിത്രി സുഗതകുമാരിയുടെ രാത്രിമഴ എന്ന മനോഹരമായ കവിത. Well, thank you very much for watching this video. I'll come back to you soon with another video. Until then, bye bye.